കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത്. അധികാരത്തിലേറി ആദ്യം പുറത്തിറക്കിയ ഉത്തരവുകളെല്ലാം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇതിന് പിന്നാലെ H-1B വിസകളെ സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയായി. H-1B വിസയെക്കുറിച്ച് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുമുണ്ട്. വളരെ കഴിവുള്ളവരെ താൻ ഇഷ്ടപ്പെടുന്നതായും അത്തരം ആളുകളാണ് അമേരിക്കയിലേക്ക് വരേണ്ടതെന്നുമാണ് വൈറ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്. H-1B വിസയെ അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾക്കൊപ്പം താൻ നിൽക്കുന്നുവെന്നും എന്നാൽ കഴിവും ഗുണവുമുള്ള ആളുകൾ US-ലേക്ക് വരട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് അമേരിക്കയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ സന്തോഷകരമാകുന്ന കാര്യമാണ്. റാക്കൽ CTO ലാറി എലിസൺ, സോഫ്റ്റ് ബാങ്ക് CEO മസയോഷി സൺ, ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ എന്നിവർക്കൊപ്പമാണ് ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. യോഗ്യരായ ടെക് പ്രൊഫഷണലുകൾക്ക് US-ലേക്ക് വരാൻ അനുവദിക്കുന്നതിനാൽ ടെസ്ല CEO എലോൺ മസ്ക് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ചില അടുത്ത സഹായികൾ H-1B വിസ പ്രോഗ്രാമിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ട്രംപ് ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. എന്നിരുന്നാലും പ്രസിഡന്റിന്റെ മറ്റ് നിരവധി അനുയായികളും വിസയെ എതിർത്തിരുന്നു. ഇത് കാരണം അമേരിക്കക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞായിരുന്നു എതിർത്തിരുന്നത്. സാങ്കേതിക രംഗത്തെ മികവിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് രംഗത്തെ പ്രതിഭകളെ അമേരിക്കയിലേക്ക് എത്തിക്കാനാകുമെന്നതിനാൽ ഇലോൺ മസ്ക് ഉൾപ്പെടെ ട്രംപിന്റെ അടുത്ത അനുയായികൾ ഈ പ്രോഗ്രാമിന് പിന്തുണ പ്രകടിപ്പിച്ചിരുന്നു. സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള US-ന്റെ താൽക്കാലിക വിസയാണ് H-1B വിസ. നിലവിൽ ഈ വിസകളിൽ 72% ഇന്ത്യൻ പൗരന്മാരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപ് തന്റെ രണ്ടാം സർക്കാരിൽ പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലക്കാരനായ ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും വിദേശ പൗരന്മാർക്ക് വിസ നൽകുന്നത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിയേറ്റം കുറയ്ക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന റിപ്പബ്ലിക്കന്മാരിൽ പലർക്കും ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അമേരിക്ക ഒന്നാമത് എന്ന ട്രംപിന്റെ പ്രഖ്യാപിത നയത്തെ ദുർബലപ്പെടുത്തുന്ന കുടിയേറ്റ നയമാണിതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. എഞ്ചിനീയറിംഗ് രംഗത്തെ പ്രഗത്ഭരെ US-ൽ എത്തിക്കണമെന്ന് മസ്ക് ഇടയ്ക്കിടെ X-ലൂടെ പറയുന്നുമുണ്ട്. അതേസമയം അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാ പൗരന്മാരെയും തിരിച്ചു വിളിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. 18,000 ഇന്ത്യക്കാർ US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള പദ്ധതിയിലാണ് മോദി സർക്കാർ. പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും. അതേസമയം ഇന്ത്യയിൽ നിന്നും ഏകദേശം 7,25,000 ആളുകൾ US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം ലഭിക്കുന്ന രീതി US പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതോടെ ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിച്ചതും നിരവധി ഇന്ത്യക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് വർക്ക് വിസ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ പോലെ നിയമപരമായി താൽക്കാലികമായി ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് US-ൽ ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് സ്വയമേവ US പൗരത്വം ലഭിക്കില്ല. അമ്മ H-1B L-1 പോലുള്ള വർക്ക് വിസയിൽ ഉള്ള ആളാണെങ്കിൽ അച്ഛന് US പൗരത്വമോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ കുട്ടിക്ക് US പൗരത്വം ലഭിക്കുകയുള്ളൂ. ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്ന നിരവധി ഇന്ത്യൻ കുടുംബങ്ങളെ ഇത് ബാധിക്കും.